750 US സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് US-ൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. അതുപോലെ US-ൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിട്ടിക്കൽ സ്റ്റേജിലായി ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇപ്പോൾ US-ൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട്. ഒരു കാര്യം പറയാം, ഇയാൾ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഇയാൾ മരിക്കുകയുള്ളൂ. അത്രത്തോളം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേലിലേക്ക് പോവാം. ഇസ്രായേലിൽ കുറച്ച് ദിവസങ്ങളായി വമ്പിച്ച അടിയാണ്. പല ഭാഗത്തുനിന്നും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ പ്രശ്നമാണ്. ഇസ്രായേലിന്റെ വാർ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം അടിച്ചു പൊളിച്ചു എന്നാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നുള്ള റിപ്പോർട്ടുകൾ. നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാം. അതുപോലെ പ്രൊട്ടസ്റ്റ്, ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ്, അതായത് എഗനിസ്റ്റ് വാറിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വീണ്ടും ഇസ്രായേലിൽ നിന്നും ഭയന്ന്, അതായത് അറ്റാക്ക് ഭയന്ന് ഓടി രക്ഷപ്പെടുന്ന ഇസ്രായേലുകളുടെ വീഡിയോ വീണ്ടും പുതിയൊരു ഫൂട്ടേജും കൂടി വന്നിട്ടുണ്ട്. അതും വെക്കാം. നമുക്ക് ആദ്യം തന്നെ 750 US സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ, അതിന്റെ സത്യാവസ്ഥ നോക്കാം. പല മലയാളം ചാനൽ ആവട്ടെ, അല്ലെങ്കിൽ മറ്റു ഹിന്ദി, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ചാനൽ അക്കൗണ്ട്സ്, ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് 750 US സോൾജേഴ്സ് മരണപ്പെട്ടു എന്നുള്ളത്, കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഇത് പൂർണ്ണമായും ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. എന്നാൽ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തെറ്റുമല്ല. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് ന്യൂസ് ഏജൻസി ഉണ്ട്, ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു കാര്യം തെളിഞ്ഞിട്ടുള്ളത്. അതായത് 750 US സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനിലെ വാറിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് വാറിൽ 750 US സോൾജേഴ്സ് മരണപ്പെട്ടു എന്നാണ്. പക്ഷേ ഇവരുടെ ഈ ഇന്റർസെപ്റ്റ് അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ പറഞ്ഞിട്ടുള്ളത് US മിലിറ്ററി 750 US ട്രൂപ്സ് മരണപ്പെട്ടിട്ടുണ്ട്, സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വൂണ്ടഡ് ആയിട്ടുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലാണ്, മിഡിൽ ഈസ്റ്റിൽ നടന്നിട്ടുള്ള, അതായത് സിൻസ് ഒക്ടോബർ 2023 ഒക്ടോബർ മുതൽ മിഡിൽ ഈസ്റ്റിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി 750 US സോൾജേഴ്സ് മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകളെ വളച്ചൊടിച്ചിട്ടാണ് ഇറാനിലെ ഇപ്പോഴത്തെ ഓൺഗോയിങ് വാറിൽ 750 സോൾജേഴ്സ് മരണപ്പെട്ടു എന്ന് പറയുന്നത്. നമുക്കറിയാം US പറയുന്നത് ഇപ്പോഴത്തെ ഓൺഗോയിങ് വാറിൽ 13 സോൾജേഴ്സ് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ നമുക്കറിയാം, ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവും, ഇത്രത്തോളം ഹിറ്റ് പലയിടത്തുമായിട്ട് കിട്ടിയിട്ട് 13 സോൾജേഴ്സ് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനാകില്ല. പക്ഷേ ഇവിടെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയും വന്നിട്ടില്ല. ആകെ പുറത്തുള്ള ഡാറ്റ എന്ന് പറയുന്നത് US പുറത്തുവിട്ടിട്ടുള്ള ഡാറ്റ മാത്രമാണ്, അല്ലാതെ വിശ്വസനീയമായിട്ടുള്ള യാതൊരു ഡാറ്റയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം US പറയുന്ന 13 അക്കം, അതായത് 13 സോൾജേഴ്സ് മരണപ്പെട്ടു എന്നൊരു വാർത്ത, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തൽക്കാലം വിശ്വസിക്കുക എന്ന് മാത്രമാണ്. പക്ഷെ ചിന്തിച്ചാൽ മനസ്സിലാവും, അത് 13 അല്ല, അതിന്റെ അപ്പുറം പോയിട്ടുണ്ടാവും. കാരണം US 13 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. ഇനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാവട്ടെ ചില ചാനൽസിലും ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ്, അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോസ്, ഈ പിക്ചർ ഉണ്ടല്ലോ, ഇതിന്റെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. US അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ട്രംപിന് യാതൊരു പ്രശ്നവുമില്ല, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു വീഡിയോ ആണ്, ഞാൻ വീഡിയോ പ്ലേ ചെയ്തില്ല കാരണം അത് ഫേക്ക് വീഡിയോ ആണ്. ഫേക്ക് വീഡിയോ അല്ല, 2023 മറ്റേ വീഡിയോ ആണ്. ഇപ്പോൾ അവർ, അതായത് ട്രംപ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണെന്നും പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വെച്ചിട്ടുള്ളൂ. ഇത് ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുള്ളൂ, പക്ഷെ ഇതിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിലുണ്ട്. അത് പിന്നെ വെക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഫേക്ക് ആയതുകൊണ്ട്, ന്യൂസസ് ഫേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2023 ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ വെച്ചിട്ടാണ് ട്രംപിന് ഇപ്പോൾ ക്രിട്ടിക്കൽ ഒരവസ്ഥയിലാണെന്ന് പറഞ്ഞത്. പക്ഷെ സീരിയസ്ലി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെന്നാണ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അത് വിശ്വസിക്കാം. അതുപോലെ US നിന്നുള്ള മറ്റൊരു വാർത്തയാണ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 48 മണിക്കൂറിനുള്ളിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് നിങ്ങൾ തുറന്നിട്ടില്ലെങ്കിൽ ഇറാനുള്ള ത്രെട്ടാണ്, അവിടെ നിങ്ങൾ ശരിക്കും നരകം എന്താണെന്ന് കാണും എന്ന രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 48 മണിക്കൂറാണ്, ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ കുറച്ച് സമയം പോയി കഴിഞ്ഞു ഓൾറെഡി. അതിന് മറുപടിയായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മറുപടിയാണ്. ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു സമയം
കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നരകം തുറന്നിടും, അതായത് നിങ്ങൾക്ക് മുന്നിൽ നരകം തുറന്നിടും എന്നാണ് ഇറാന്റെ മറുപടി. അതായത് ഇറാൻ അപ്പോൾ സ്ട്രീറ്റ് ഓഫ് ഹോർമോസ് തുറക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞതാണ്. ഇൻഡയറക്ട്ലി അല്ല, ഡയറക്ട്ലി തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ US ആയി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് പോവാം. ഇസ്രായേലിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അറ്റാക്ക് ഒരുപാട് നടക്കുന്നുണ്ട്. ലബനൻ, അതുപോലെ ഇറാൻ അടിക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അറ്റാക്ക് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെവി അറ്റാക്കാണ്. കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കുള്ളിൽ നല്ല രീതിയിൽ അടിക്കിട്ടിട്ടുണ്ട്. ഇതിന് മുൻപ് കിട്ടിയ പോലെയല്ല, അതിനേക്കാളും നല്ല വെയിറ്റേജിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പ്രൊട്ടസ്റ്റ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അറ്റാക്സിന്റെ കാര്യം നോക്കാം. അറ്റാക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പല സ്ട്രാറ്റജിക് പ്ലേസസിലും അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ അറ്റാക്ക് നടന്നിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ്. ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് വെരിഫൈഡ് അല്ല. അതായത് ഇസ്രായേൽ ഈ കാര്യം ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇറാൻ പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിലുള്ള അറ്റാക്ക്, അതായത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ല, നേരെ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വെരിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ പല ഭാഗത്തായിട്ട് നല്ല അടി കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഈ മിസൈൽസിനെ പേടിച്ചിട്ട് ഓടുന്ന ഇസ്രായേലികളുടെ ഒരു വീഡിയോ കാണാം. കണ്ടില്ലേ, തെല്ലവീവിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. 2 ദിവസം മുൻപ് വേറെയും ദൃശ്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തെല്ലവീവിലും അതുപോലെ ഹൈഫയിലും ഒക്കെ വലിയ തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ പ്രൊട്ടസ്റ്റ് എന്ന് കാണാം. ഇവിടെ ഇസ്രായേലിൽ മാത്രമല്ല US-ലും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ ഓൾറെഡി 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇസ്രായേലിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് കാണാം. שתורד את הפרת הסדר, אתם רשאים לקחת את המגפונים. אני מבקש לכולם, מגפונים, ഇത് ഇന്നലെ തെല്ലവീവിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്. തെല്ലവീവിൽ മാത്രമല്ല, പല ഭാഗത്തായിട്ട് ഇസ്രായേലിന്റെ പല ഭാഗത്തായിട്ട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലുള്ള ഹ്യൂജ് ആയിട്ടുള്ള, അതായത് ഈ യുദ്ധം തുടങ്ങുമ്പോഴുള്ള പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് ഇതിനെ എതിർത്തിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യമേ ഈ യുദ്ധത്തിനൊക്കെ എതിർക്കുന്ന ആളുകളാണ് ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ യുദ്ധം ഇന്റൻസിറ്റി കൂടിയപ്പോൾ, അതായത് ഇസ്രായേലിന്റെ പല സ്ഥലത്തും അയൺ ഡോം അടക്കം ഫെയിലിയർ ആയി പല സ്ഥലത്തും ബോംബ് വീഴാൻ തുടങ്ങിയപ്പോൾ, മിസൈൽസ് വീഴാൻ തുടങ്ങിയപ്പോൾ, അതായത് ഓരോ സ്ഥലവും ഇവർ കൺമുന്നിൽ കണ്ടു തുടങ്ങി. ഓരോ സ്ഥലവും കത്തുന്നതും ആളുകൾ മരണപ്പെടുന്നതും ആൾക്കാർക്ക് ഇഞ്ചുറീസ് വരുന്നതൊക്കെ ആളുകൾ കണ്ട് ഭയക്കാൻ തുടങ്ങി. ഓടുന്നൊക്കെ ദൃശ്യങ്ങൾ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ആളുകൾക്ക് മാറി. ഇപ്പൊ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ചുരുക്കം ചിലരല്ല, വലിയ തരത്തിലുള്ള ആളുകളാണ് ഇപ്പൊ പ്രൊട്ടസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ തന്നെ പ്രൊട്ടസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവർ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് 6000 പേർക്കോ പറ്റിയായിരുന്നു. പക്ഷെ 6000-ൽ കൂടുതൽ ആളുകൾ വന്നതിന് ശേഷം ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പോലീസ് അവരുടെ നേരെ അക്രമം നടത്തിയിട്ടുള്ളത്. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ, അതായത് അവിടുത്തെ പ്രൊട്ടസ്റ്റ് മാറി. നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു 100-200 പേര് അല്ലെങ്കിൽ 1000 പേരൊക്കെ ഉള്ള പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ആ പ്രൊട്ടസ്റ്റിലെ ആളുകൾ, അതായത് അതിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടി. കാരണം ഭയം തുടങ്ങി. ഭയം എന്താണെന്ന് അറിയാത്ത ഒരു ജനതയായിരുന്നു അവർ. കാരണം അവരാകെ കണ്ടിട്ടുള്ളത് മറ്റു ജനങ്ങളെ അടിക്കുന്ന ഇസ്രായേലിനെയാണ്. ഇവിടെ ഇരുന്ന് മറ്റു രാജ്യങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടും നേരിട്ട് കണ്ടും, അതായത് ന്യൂസിലൊക്കെ കണ്ടിട്ട് ആഹ്ലാദം, എന്താ പറയുക, സന്തോഷിക്കുന്ന ഒരു ജനതയായിരുന്നു അവർ. പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ, അതായത് അതിന്റെ രുചി അറിയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല, ജീവൻ പോകുന്ന ഒരു കാര്യമാണെന്ന്.
അവരും പ്രൊട്ടസ്റ്റിന് ഇറങ്ങാൻ തുടങ്ങി. ആളുകൾ ഓരോ ദിവസം, അതായത് ഓരോ ദിവസം കഴിയുന്നതിന് ഡേ ബൈ ഡേ പ്രൊട്ടസ്റ്റേഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പ്രൊട്ടസ്റ്റിന്റെ എണ്ണവും കൂടിക്കൂടി വരികയാണെന്നാണ് ഇസ്രായേലിൽ നിന്നും വരുന്ന മറ്റു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആർക്കും വലിയ സങ്കടമൊന്നുമില്ല എന്നാണ്. എനിക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല. കാരണം മറ്റുള്ള ആളുകൾ കൊല്ലപ്പെടുമ്പോൾ, അതായത് ഇസ്രായേലികൾ കൊല്ലുമ്പോൾ സന്തോഷിച്ച് നടന്നിട്ടുള്ള ഒരു ജനതയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇസ്രായേലികളെ. അപ്പോൾ അവർക്ക് ഇതേ ഗതി വരുമ്പോൾ ആർക്കും വലിയ ഒരു സഹതാപമൊന്നും ഇവരോട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ യുദ്ധത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നതിന് അപ്ഡേറ്റ്സ് കൂടി വരുന്നുണ്ട്, അതായത് ഹിറ്റിംഗ് കൂടി വരുന്നുണ്ട്. US പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, US-ഉം നെതന്യാഹുവും, അതായത് ട്രംപും നെതന്യാഹുവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ തീർന്നു എന്നാണ്. ഇറാന്റെ 70% തീർന്നു, ഇറാൻ ഇനി ഒന്നുമില്ല, ഇറാന്റെ മിസൈൽ ലോഞ്ചേഴ്സ് ഒക്കെ നമ്മൾ തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും കഴിയുന്നതിനെ ഇറാനിൽ നിന്ന് വരുന്ന അറ്റാക്കിന്റെ നമ്പേഴ്സ്, അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ കൂടിക്കൂടി വരികയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ന്യൂസസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല റിപ്പോർട്ടുകളും ഇസ്രായേലിൽ നിന്നും വരുന്നത് എന്ന് പറയുന്നത് ഈ സൈറൻ, അവരുടെ ഏർലി വാർണിംഗ് സിസ്റ്റം, ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും ബോംബ് വർഷിച്ചിട്ടും ഈ ഒരു സൈറൻ മുഴങ്ങിയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഈ ബങ്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഈ ബങ്കർ ഫെസിലിറ്റി ഒന്നും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഒരു കോമൺ ഏരിയ ഉണ്ട്, അവിടെയാണ് ഈ ബങ്കർ ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ സൈറൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ബങ്കറിലേക്ക് എത്തണം. ആ ബങ്കറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ മിസൈൽ, അതും ഈ സൈറൻ ഒന്നും അടിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെയല്ല, ഇസ്രായേലിന്റെ കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്തിട്ടാണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ അകത്ത് എന്തായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക? ഊഹിച്ചാൽ മതി.